Okay, we are going to start. All of you take your textbook. All of you take your textbook. Joanna, can you hear me? Joanna? Yes. Then? Sense meaning എഴുതാൻ പറഞ്ഞു. എന്തിന്റെ meaning ആ? ഈ ടിക്കറ്റില്ലേ സർക്കിൾ ദി കറക്റ്റ് വേർഡ് വിത്തിൻ ബ്രാക്കറ്റ് ടു കംപ്ലീറ്റ് ഈച്ച് സെന്റൻസ്. അതിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്റെ മോൻ ഉണ്ടായിരുന്നില്ല അല്ലേ? ഉണ്ടായിരുന്നില്ല. എന്റെ യൂട്യൂബിൽ ക്ലാസ്സും കേട്ടിട്ടില്ല? ഇല്ല, കേട്ടു നോക്കണം കേട്ടാ. അതെല്ലാം മിസ് എടുത്തു ക്ലാസ്സിൽ. ഓക്കെ, then punctuation. Next one, punctuation. Page number 26, punctuation. Okay, അത് നമ്മൾ പറഞ്ഞതാണ്. ഇൻവെർട്ടഡ് കോമന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞതാണ്. നെക്സ്റ്റ്, punctuate the following sentence. F, punctuate the following sentences. ഒന്ന് വായിച്ചു നോക്കിയേ, ഒന്നത് വായിച്ചു നോക്കിയേ മക്കള്. punctuate, അതിന്റെ കറക്റ്റ് പങ്ക്ച്വേഷൻ കൊടുത്തു നോക്കിയേ, പറ്റുമോ നോക്കട്ടെ. പങ്ക്ച്വേഷൻ ഇടാൻ അറിയാൻ നോക്കട്ടെ. നമ്മൾ ഇൻവെർട്ടഡ് കോമ എങ്ങനെ ഇടണ്ടെന്നാ പറഞ്ഞത്? ഒരാള് പറഞ്ഞ കാര്യം അല്ലെ, ഒരാള് പറഞ്ഞ കാര്യം നമ്മൾ അതുപോലെ നമ്മൾ ഒരു സെന്റൻസ് എഴുതുന്ന സമയത്ത് നമ്മളും അത് എഴുതുന്നുണ്ടെങ്കിൽ നമ്മളത് ഇൻവെർട്ടഡ് കോമയില ഇടുക. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, ഹരിനന്ദ് നോക്കുക, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ഐ ആം വെരി ഹാപ്പി, ഷീ സെഡ് ലൗഡ്ലി. അവൾ എന്താ പറഞ്ഞത്? ഐ ആം വെരി ഹാപ്പി. വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഷീ സെഡ് ഷീ ഈസ് വെരി ഹാപ്പി. ആ സമയത്ത് ഷീ ഈസ് നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് അവിടെ ഇൻവെർട്ടഡ് കോമന്റെ ആവശ്യമില്ല. പക്ഷേ ഐ ആം വെരി ഹാപ്പി എന്ന് അവൾ പറഞ്ഞ അതേ സെന്റൻസ് ആണ്. ഐ ആം വെരി ഹാപ്പി, അതാണ് നമ്മൾ ഇൻവെർട്ടഡ് കോമയിൽ കൊടുക്കുന്നത്. ഐ ആം വെരി ഹാപ്പി, ഷീ സെഡ് ലൗഡ്ലി. ഓക്കെ, ഇനി നെക്സ്റ്റ് പങ്ക്ച്വേഷൻ നോക്കുക. ഫസ്റ്റ് വൺ, where did the crocodile come from? asked രഞ്ജി. രഞ്ജി എന്താ ചോദിച്ചത്? രഞ്ജി എന്താ ചോദിച്ചത്? where did the crocodile come from? അപ്പൊ എവിടെ ഇൻവെർട്ടഡ് കോമ വേണ്ടത്? പങ്ക്ച്വേഷൻ നമ്മളിപ്പോ ഇൻവെർട്ടഡ് കോമ ഇടാനാണ് പഠിച്ചത് അല്ലെ? കൊട്ടേഷൻ മാർക്സ്, കൊട്ടേഷൻ മാർക്ക് ഇടാനാണ് പഠിച്ചത്. അപ്പൊ ഇവിടെ എവിടെ നമ്മൾ കൊട്ടേഷൻ മാർക്ക് ഇടുക? പറഞ്ഞോ. Where did the crocodile come from? Very good, very good. Okay, where did the crocodile come from? Put it in the inverted comma. അത് കൊട്ടേഷനിലിട്ടേ. Where did the crocodile come from? And put a question mark after from. Joel Reginald. കേൾക്കുന്നില്ലേ മിസ് പറയുന്നത്? കേൾക്കുന്നുണ്ട്, ചെയ്തോ? Where did the crocodile come from? From കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക, അത് കൊട്ടേഷൻ മാർക്സിൽ ഇടാൻ കൂടി ചെയ്യാം. ഓക്കെ, where did the crocodile, and W should be capital. ഞാൻ എഴുതി തരണോ നിങ്ങൾക്ക്? വേണോ? ഒന്ന് മിസ് എഴുതി തരാ. W should be capital. Where did the, what is that? Crocodile come from? Question marks. നോട്ടിൽ എഴുതണ്ടേ? And should be no. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതി വെച്ചാൽ മതിയേ. Where did the crocodile come from? Asked Ranji. Asked Ranji. R should be capital. Ranji. Then full stop.
Just listen here. Where did the crocodile come from? Asked Renji. Renji എന്താ ചോദിച്ചത്? Where did the crocodile come from? നമ്മുടെ രഞ്ജി ചോദിച്ച അതേ കാര്യമാണ് നമ്മൾ ഇൻവെർട്ടഡ് കോമയിൽ ഇട്ടത്, quotation marks ഇട്ടത്. Okay. Then next, which is the next one? Usually he stays in the river, said Sheru. Usually he stays in the river, said Sheru. Sheru എന്താ പറഞ്ഞത്? ഇപ്പൊ ഏതാ quotation marks ഇടേണ്ടത്? Usually he stays in the river, comma, and give a quotation marks, said Sheru. Okay. You should be capital. Usually. അതെന്താ? സെന്റൻസിന്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടല്ലേ? Usually. Usually he stays in the river, comma, and inverted comma, said, full stop. Sorry. Okay. Usually he stays in the river, said Sheru. Quotation mark start ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അവസാനിപ്പിക്കാൻ കൂടി വേണം. സ്റ്റാർട്ട് ചെയ്താൽ മാത്രം പോരാ. Okay. Then next, clear ആയിട്ടെ മിസ്? Okay, then next one, third one. We will have to get him off, said Renji. We will have to get him off, said Renji. പറഞ്ഞേ Justus. എവിടെ മുതലാ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? quotation marks. We will have to get him off. Put a comma. Then write, W should be capital. We will have to get sorry. We will have to get him off, comma. Miss first ഇട്ടിട്ടില്ല, ഇൻവെർട്ടർ കോമ ഇട്ടിട്ടില്ല. Okay. We will have to get him off, said Renji. Okay. The next, Sheru warned, you had better keep out of reach of his tail and jaws. Sheru warned, adengane edutha? Right. It should be capital. Sheru warned and comma, you had ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ എന്ത് വേണം? quotation marks സ്റ്റാർട്ട് ചെയ്യണം. better keep out of reach of his tail, reach of his tail and jaws. It's a keep out of, not and say keep or team. You will. Thank you. Okay. Ashwin, did you finish? Okay, then. Next one. Last one. We will wait until he goes away, said Train. എന്താ? തന്നെ ഒന്ന് എഴുതി നോക്കിയേ. W should be capital. We will wait until he goes
He goes away. Said Prem. Okay, all of you finished? Yes. കുറച്ചുകൂടി എക്സാമ്പിൾസ് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഞാൻ കാണിച്ചു തരാം മക്കൾക്ക്. Okay then, take next page. Page number 27. Page number 27. കണ്ടോ? Page number 27. Understand grammar. Nouns. We are going to study nouns in the grammar. Okay. Nouns എന്താണെന്ന് അറിയാലോ എല്ലാവർക്കും? ഒരുപാട് പ്രാവശ്യം മിസ് പഠിപ്പിച്ചാണ്. Nouns എന്താണെന്ന് അറിയില്ലേ? What do you mean by nouns? How many of you know what is a noun? Yes, Giovanna. Naming words are called nouns. Naming words are. Okay. A noun is the name of a person, place, animal, or thing. Joel, you stand up. Joel, you are very sleepy. Hands up. Okay, sit down. Hands down and sit down. Okay. In the nouns, a noun is the name of a person, place, animal, or thing. Okay. വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ സാധനങ്ങളുടെയോ ആനിമൽസിന്റെയോ പേരിനെ പൊതുവായിട്ട് പറയുന്നത് എന്താണ്? Nouns എന്നാണ്, നാമം. Okay. Heaven and Ashwin, Nijat, Afraz, turn on your video. Heaven, sit properly. Heaven, turn on your video. ഇതൊക്കെ പറയണോ Afraz? Okay then. Imagine you studied with Toto Chan. എന്താ ഇമാജിൻ ചെയ്യേണ്ടത്? നിങ്ങൾ ടോട്ടോ ചാന്റെ കൂടെ പഠിച്ചതാണെന്ന് ഇമാജിൻ ചെയ്യാം. Fill in the blanks about your friend Toto Chan. നിങ്ങളുടെ ഫ്രണ്ട് ടോട്ടോ ചാനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഫസ്റ്റ് വൺ, I have a dash. I have a dash. Yes, Arundan. Friend. Very good. I have a friend. Then full stop. Write friend. Friend. എഴുതിയോ Heaven? Friend. I have a friend. Okay, next. Full stop ആണ് അവിടെ. അവിടെ അത് കഴിഞ്ഞിട്ട് her എന്നുള്ളത് ക്യാപിറ്റൽ അല്ലേ? H ക്യാപിറ്റൽ അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതിന് തൊട്ട് മുന്നേ ഫുൾ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു എന്നല്ലേ? I have a friend. Her name is Toto Chan. Right, Toto Chan. T and C should be capital. Okay, Toto Chan. T-O, Toto. T should be capital. ഒരു കുഞ്ഞു ഹൈഫൺ Chan. C should be capital. C-H-A-N. Chan. Toto Chan. Toto Chan. Okay. Next. She is a friendly person. She is a friendly person. Her dash makes her very popular. Yes. Her nature, right? Her nature. Why are you late, Arjun? Yes. Why are you late? Page number 27, first one. Understand grammar. Kando. Imagine you studied with Toto Chan. Filling the blanks about your friend Toto Chan. Okay. Adil first one, I have a friend. Her name is Toto Chan. She is a friendly person. Next one, her nature. Arjun, don't unmute yourself. Okay. Her nature. What is the spelling of nature? N-A-T-U-R-E. Nature. N-A-T-U-R-E. Nature. N-A-T-U-R-E. Nature. Okay.
her nature makes her very popular. അവളെ പോപ്പുലർ ആക്കുന്നത് എന്താണ്? അവളുടെ നേച്ചർ ആണ്, അവളുടെ സ്വഭാവമാണ്. Okay, then when she first came to the school, she did not have many ആദ്യമായിട്ട് അവൾ സ്കൂളിൽ വരുന്ന സമയത്ത് അവൾക്ക് ഒരുപാട് friends ഉണ്ടായിരുന്നില്ല. Right? When she first came to school, she did not have many friends. 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 Okay, then now we are a big group of friends. We value our friendship, right? Friendship. FRIEND. Friend എഴുതുക, അതിന്റെ കൂടെ തന്നെ ഷിപ്പ് എന്ന് എഴുതുക. SHIP. Friendship. FRIEND SHIP. Friendship. Okay, all of you finished? ഒന്നും കൂടെ പറയാം സർ. ഏതാ മക്കളെ? കേട്ടായിരുന്നു. ഏത്? എല്ലാം വേണോ? Okay. First one, I have a friend. Right? I have a friend. I have a friend. എന്തായിരുന്നു? പറഞ്ഞോ. എത്രാം പേജിൽ ഏതുണ്ട്? Page number 27. First one, understand grammar G. Imagine you studied with Toto Chan. Fill in the blanks about your friend Toto Chan. Okay? Yes. Okay, next one. First one ആണ് ഞാൻ വായിക്കുന്ന അർജുനെ. ഇനി ഞാൻ വായിച്ചു തരില്ല, ശ്രദ്ധിക്കുക. I have a friend. Her name is Toto Chan. Her name is Toto Chan. ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ ആരോടെങ്കിലും വാട്സപ്പിൽ അയച്ചു തരാൻ പറയാ, കംപ്ലീറ്റ് ആക്കാം. ഇവിടെ ടീച്ചേഴ്സ് വിസിറ്റ് ഉണ്ട്. സർപ്രൈസ് ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ ഓരോരുത്തരുടെ വീട്ടിൽ വരാം. ആ സമയത്ത് സാറ് ടെക്സ്റ്റ് ബുക്ക് നോക്കൂ. അറിയാലോ അർജുന്റെ വീട്ടിൽ ഒരു പ്രാവശ്യം പോയതാണ് സാറ്. Okay, then she is a friendly person. Her nature, right? Her nature, NATURE, nature makes her very popular. When she first came to the school, she did not have many friends. Now we are a big group of friends. അവിടെ എഴുതിയിട്ടില്ല അല്ലേ മക്കള്? Now we are a big group. Now we are a big group. Big എന്നിട്ട് ഗ്രൂപ്പ് ആണ് ജീവ. ബിഗ് എന്ന് എഴുതുന്ന ഗ്രൂപ്പ് ആണ്. Now we are a big group of friends. We value our friendship. We value our friendship. Okay, then. ഇനി ആ ബോക്സിലുള്ള കുഞ്ഞു കാര്യം നോക്കിയേ. The words you have filled in exercise G are all nouns. നമ്മളിപ്പോ ഫില്ല് ചെയ്ത വേർഡ്സ് ഒക്കെ ഇല്ലേ, ഏതൊക്കെയാ? ഫ്രണ്ട്സ്, Toto Chan, nature, nature. She did not have many friends, group, friendship. ഇതൊക്കെ എന്താ? Nouns ആണ്. ഇതൊക്കെ എന്താണ്? Nouns ആണ്. The words you filled in the exercise G all are nouns. Friends, friend and friends, that are common nouns. അതൊക്കെ അത് രണ്ടും എന്താണ്? കോമൺ nouns ആണ്. ഡീറ്റെയിൽ ആയിട്ട് മിസ് പിന്നെ നമ്മുടെ ലെസൺ ഒക്കെ തീർന്നിട്ട് എടുത്തു തരാം. ഇപ്പൊ അത് എടുക്കാൻ പോയാൽ നമ്മൾ ആ ക്ലാസ് അതിനു വേണ്ടി തന്നെ പോകും. ഫ്രണ്ട് ആൻഡ് ഫ്രണ്ട്സ് അതെന്താണ്? കോമൺ nouns ആണ്. ഫ്രണ്ട്, ഫ്രണ്ട്സ്, സിസ്റ്റേഴ്സ്, ബ്രദർ, അതൊക്കെ എന്താ? കോമൺ nouns ആണ്. മനസ്സിലായ മക്കൾക്ക്? പൊതുവായിട്ട് നമ്മൾ പറയുന്നതാണ് അല്ലെ? ചിൽഡ്രൻ, കുട്ടികൾ, പീപ്പിൾ, ഫ്രണ്ട്സ്, കൂട്ടുകാർ, ബ്രദേഴ്സ്, സഹോദരങ്ങൾ, ഒരു സിബ്ലിങ്സ്,
ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഇതൊക്കെ എന്താ കോമൺ നൗൺസ് ആണ്. ഇനി നെക്സ്റ്റ് ടോട്ടോ ചാൻ, അതെന്താ പ്രോപ്പർ നൗൺ. നമ്മൾ ഒരാൾ എടുത്ത് പറയാണ്. ശ്രീ വിഷ്ണു, ജോയൽ, ജസ്റ്റസ്, മാനസ, അതൊക്കെ എന്താ പ്രോപ്പർ നൗൺ ആണ്. മനസ്സിലായോ? കോമൺ നൗൺസ് ഇപ്പൊ മനസ്സിലായി. നിങ്ങൾ വേണമെങ്കിൽ എനിക്ക് എന്ത് പറയാം, ചിൽഡ്രൻ എന്ന് പറയാം, കുട്ടികൾ. നിങ്ങൾ എല്ലാവരെയും ഈ 6th ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും എനിക്ക് ചിൽഡ്രൻ എന്ന് പറയാം, കുട്ടികൾ. or pupils എന്ന് പറയാം. ഇവിടെ ഞാൻ ഒറ്റൊരാളാണ് പറഞ്ഞത്, ജീവ എന്നാണ് പറഞ്ഞത്. അതെന്താ, ഈ ഇത്രയും കുട്ടികളിൽ ഞാൻ ഒറ്റൊരാളെ വിളിക്കുന്നുള്ളൂ. അതെന്താണ്, പ്രോപ്പർ നൗൺ ആണ്. ഓക്കെ, അപ്പൊ കോമൺ നൗൺസ് മനസ്സിലായി, പ്രോപ്പർ നൗൺ മനസ്സിലായി. ദെൻ നെക്സ്റ്റ് ഗ്രൂപ്പ്. ഗ്രൂപ്പ് ഒരു കൂട്ടം, ബണ്ടിൽ, അതൊക്കെ എന്താണ് കളക്റ്റീവ് നൗൺ ആണ്. ഓക്കെ, കളക്റ്റീവ് നൗൺസ് എന്താണ്, ജസ്റ്റ് കളക്റ്റീവ് നൗൺസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫ്രണ്ട്ഷിപ്പ്, അബ്സ്ട്രാക്ട് നൗൺ. ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്, അബ്സ്ട്രാക്ട് നൗൺസ് ആണ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നമ്മുടെ ഫീലിങ്സ് ആണ്, അല്ലെ ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, ദെൻ അത് നിങ്ങൾ പഠിക്കും, കുറച്ചുകൂടി കഴിയുമ്പോൾ പഠിക്കും, നെക്സ്റ്റ് ലെസണിലോ മറ്റോ പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. H നോക്ക, H. Find 5 common nouns that mean friend and 5 common nouns that mean the opposite in the word search. എന്താണ് ക്വസ്റ്റ്യൻ? Find 5 common nouns. നമുക്കിപ്പോ കോമൺ നൗൺസ് എന്താണെന്ന് അറിയാം. എന്തൊക്കെയാ, എന്തായിരുന്നു കോമൺ നൗൺസ് എന്ന് പറഞ്ഞാല് മിസ് പറഞ്ഞത് ഫ്രണ്ട്, ഫ്രണ്ട്സ് പോലുള്ള, അല്ലെ? Find 5 common nouns that mean friend. ഫ്രണ്ട് എന്ന് മീനിങ് വരുന്ന 5 കോമൺ നൗൺസ് ഈ ബോക്സിൽ നിന്ന് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആൻഡ് 5 കോമൺ നൗൺസ് ദാറ്റ് മീൻ ദ ഓപ്പോസിറ്റ് ഇൻ ദ വേർഡ് സെർച്ച്. അപ്പൊ ഫ്രണ്ട് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 5 നൗൺസ് കൂടി കണ്ടുപിടിക്കാം. ഫ്രണ്ടിന്റെ ഓപ്പോസിറ്റ് എന്താ, എനിമി, സ്ട്രേഞ്ചർ എന്നൊക്കെ പറഞ്ഞുള്ള വേർഡ്സ് ഇല്ലേ. ഫ്രണ്ട് എന്ന് വെച്ചാൽ കൂട്ടുകാരൻ, എനിമി എന്ന് വെച്ചാൽ ശത്രു, അല്ലെ സ്ട്രേഞ്ചർ അപരിചിതൻ, നമുക്ക് അറിയാത്തൊരാള്. ഫ്രണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും അടുപ്പുള്ള ഒരാളാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാണ്, അല്ലെ? ഒക്കെ തന്നെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിയേ. ട്രൈ ഇറ്റ്. ഓക്കെ, ദെൻ ഹരിനൻ ഒന്ന് കണ്ടുപിടിച്ച എല്ലാവരും. Five common nouns that mean friend. First one, Miss പറഞ്ഞു തരാം, അത് നിങ്ങൾ അവിടെ കണ്ടുപിടിക്കുക. First one, pal. PAL, pal means friend ആണ്. First one ഇലതാ. 1 minute. First one, PAL. PAL കണ്ടോ? First one. Okay, then. Yes, miss. Next. Companion. Companion, very good. Companion. ആ മിഡിൽ ആയിട്ട് തന്നെ ഉണ്ട് companion. കണ്ടോ? Companion. Companion. Next, mate. MATE, mate. Mate എവിടെയാടോ? Mate ഒന്ന് കണ്ടുപിടിച്ച എല്ലാവരും. ലാസ്റ്റ് വൺ നോക്കിയേ. Mate. MATE, mate. കണ്ടോ? എത്ര എണ്ണം കിട്ടി? 3 എണ്ണം കിട്ടി അല്ലേ? ഇനി 2 എണ്ണം കൂടി കണ്ടുപിടിച്ചോ. enemy. എനിമി എന്താടോ? അത് ആദ്യം നമുക്ക് ഈ കോമൺ സിനോണിംസ് കണ്ടുപിടിക്കാം, എന്നിട്ട് ആന്റണിംസിലേക്ക് പോകാം. നെക്സ്റ്റ് കോംറേഡ്. കോംറേഡ്, COMRADE, കോംറേഡ് കണ്ടുപിടിച്ചോ. കോംറേഡ് എവിടെയാടോ? 5ാമത്തെ ലൈനിൽ. ഓക്കെ മിസ് കണ്ടു. 4ാമത്തെ ലൈനിൽ. ഓക്കെ, മിസ് 3ാമത്തെ കണ്ടുപിടിക്കാൻ പറ്റില്ല, എവിടെയായിരുന്നു? കമ്പാനിയൻ ആണോടാ? അല്ല, മെയ്റ്റ്. കമ്പാനിയനും കണ്ടുപിടിച്ചു, പാൾ കണ്ടുപിടിച്ചു, എവിടെയായിരുന്നു അത്? മെയ്റ്റ്. ലാസ്റ്റ് വൺ ഒന്ന് പറഞ്ഞു കൊടുത്തേ മക്കളെ.
mate. കണ്ടോ? ലാസ്റ്റ് സെന്റൻസിന്റെ ലാസ്റ്റത്തെ 4 വാക്കുകൾ. the last one buddy. buddy കണ്ടുപിടിച്ചോ? buddy. buddy. Okay, last line നോക്കൂ മക്കളെ. It is the last line. So, buddy. Yes, miss. Okay. Okay, next we have to find out the antonyms of the common nouns. Antonyms of friends. First one, Miss words പറഞ്ഞുതരാം. അതിൽ നിങ്ങൾക്ക് എളുപ്പം. First one, stranger. Stranger. Next one, opponent. കണ്ടുപിടിച്ചോ? stranger. Okay, stranger. Second line. Okay, it is in the second line. Stranger. കണ്ടോ? Stranger. Stranger. Next, opponent. Opponent. It is in the 1, 2, 3, 4, 5th line. Opponent. Opponent. Okay, opponent. Next, foe. F-O-E. F-O-E. What is that? Okay, it is in the first line. താഴേക്ക്. എന്താ മിസ് വാക്ക്? Foe. F-O-E. മിസ് അതിന് മുമ്പ് പറഞ്ഞ വാക്ക് കേട്ടില്ല മിസ്. Opponent ആണോടാ? Opponent. enemy. മിസ് മ്യൂട്ട് ആയി. Enemy. What is enemy? താഴോട്ട് ഏറ്റവും അവസാനത്തെ ഇപ്പുറം താഴോട്ട്. Okay. Enemy. കണ്ടോ? enemy. കാണാത്തവര്. enemy. Okay then. Next എത്രണ്ണം ആയിടോ? rival. എതിരാളി. rival. Where is rival here? Rival. Okay, last line. Okay, last one. Last line. Stranger കണ്ടുപിടിച്ചു മിസ്സേ. Rival. Rival ആണോ മിസ്സേ? Rival മുത്തേ. ഇതാ rival. Last line. Last line താഴേക്ക് നോക്കിയേ. Rival. കിട്ടി. Okay then. Take the next work. Check the next work. List the words you find in exercise H. Make abstract nouns with as many as you can. Companion, companionship. Friend, friendship. Then next, mate, soulmate. Okay. നമുക്ക് ഉണ്ടാക്കി നോക്കാം abstract noun. അതിപ്പോ വേണ്ട. Use grammar. Next one, use grammar. Use grammar. Work in pairs, filling the each blank with an appropriate collective noun. Collective noun എന്താണെന്ന് അറിയാലോ? Okay, കൂട്ടത്തിനെ ഗ്രൂപ്പ്സിനെ നമ്മൾ പറയുന്നതാണ്. Miss Bodoloy came into class carrying a dash of papers. പേപ്പറിന്റെ കൂട്ടത്തിന് നമ്മൾ എന്താ പറയാ? ബണ്ടിൽ. ബണ്ടിൽ. ബഞ്ചാണോ? No, sheaf of papers. SHEAF. Okay. എന്താ മിസ്സേ കേട്ടില്ല? SHEAF.
Don't chef sheaf. Miss Bordoloy came into class carrying a sheaf of papers. Sheaf means papers in oru koottathilana parunathu sheaf of papers. Behind her was a boy with a pile of books. P-I-L-E. Sheaf in spelling enda S-H-E-A-F. Sheaf. S-H-E-A-F. Next, pile of books. P-I-L-E. Pile. P-I-L-E. Pile. Miss P-I-L-E. Speed എഴുത മക്കളെ. ഇത് ഈ ലെസൺ നമുക്ക് ഇന്നുകൊണ്ട് തീർക്കണം. Next, she asked him to place the books on her table. I want you all to get into groups of 5. Groups of 5. 5 in the mulla endha groups. G-R-O-U-P-S. Groups. G-R-O-U-P-S. Groups. Groups of 5. I want you all to get into groups of 5, she said. You must not sit with your friends. Now, Supin, you can't sit with your group. Group. Your group. Your group. G-R-O-U-P. Group. G-R-O-U-P. Group. Okay then. I'm going to give you each dash of crayons. Each a box of crayons, right? Each a box, B-O-X, right? Box, B-O-X, box of crayons and some paper. This is what I want you to do. Okay, all of you finished? Yes. മിസ്സിന്റെ ഫോട്ടോ ഇത് കംപ്ലീറ്റ് ആക്കി എന്റെ ഫോട്ടോ ഒന്ന് വാട്സാപ്പിൽ ഇട്ട് തരാം, കംപ്ലീറ്റ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട്. അതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, നോക്കാം. ലിസ്റ്റ് ദ വേർഡ്സ് യു ഫൗണ്ട് ഇൻ എക്സസൈസ് H. മേക്ക് അബ്സ്ട്രാക്ട് നൗൺസ് വിത്ത് ആസ് മെനി ആസ് യു ക്യാൻ. ഓക്കെ, ഫസ്റ്റ് വൺ, കമ്പാനിയന്റെ കൂടെ ഷിപ്പ് കൂട്ടിയപ്പോ കമ്പാനിയൻഷിപ്പ് ആയി. ഓക്കെ, കമ്പാനിയൻഷിപ്പ് അതെന്താണ്? ഒരു അബ്സ്ട്രാക്ട് നൗൺ ആണ്. ഓക്കെ, അതിന്റെ കൂടെ തന്നെ എഴുതിക്കോ സ്ട്രേഞ്ച്നെസ്. സ്ട്രേഞ്ച് പ്ലസ് N-E-S-S. സ്ട്രേഞ്ച്നെസ്. സ്ട്രേഞ്ച്നെസ്. S-T-R-A-N-G-E-N-E-S-S. നിജാദ് എഴുതുന്നില്ല. ഏത് നിജാദ്? സ്ട്രേഞ്ച്നെസ്. Strangeness. Next one, enmity. Right? Enmity. Next, rivalry. Rivalry. Okay, next, which is our last words discuss in the class. അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം, എല്ലാം എടുക്കണ്ട. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വരും, എക്സാം ഓറിയന്റഡ് ആയിട്ട് മാത്രമേ ഇപ്പൊ ക്ലാസ് എടുക്കുന്നത്. കാരണം നമുക്ക് ഒരു വീക്കിൽ 2 പീരീഡല്ലേ കിട്ടുന്നുള്ളൂ. Okay, and in the next class tomorrow we have to start the next lesson, the sweet sound of success. The sweet sound of the success. അപ്പൊ ഇന്നലെ രാത്രി ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ലെസന്റെ ടോട്ടോ ചാനൽ ലെസന്റെ നോട്ട് തന്നിട്ടുണ്ട്. എല്ലാവരും എഴുതിയെടുക്കുക, നോട്ട് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, ഫോട്ടോ വാട്സാപ്പിൽ അയച്ചു തരാം. Then bye. Shall we wind up the class? Okay, bye. Okay, bye. See you tomorrow. ഇപ്പൊ എഴുതിയാലും
വേണ്ട മക്കളെ, ഇപ്പൊ ഏത് ടെക്സ്റ്റ് നോക്കി പഠിച്ചാൽ മതി. ഇന്നലെ എഴുതാൻ തന്ന കാര്യം നിങ്ങൾ നോട്ടിലേക്ക് എടുത്ത് എഴുതിയിട്ട് നല്ല മക്കളായിട്ട് പഠിക്കാം. ഓക്കെ, അധികം ബേർഡൻ ഉണ്ടാവില്ലല്ലോ എക്സാം വന്ന സമയത്ത്. ഞാനൊരു എക്സാം വെക്കുന്നുണ്ട്, എന്നാലേ നിങ്ങൾ പഠിക്കുള്ളൂ. ഓക്കെ, then bye.